അപ്പം മച്ചാമാരെ നേരെ നമ്മൾ വയനാട് പോവാണ്. വയനാട് സ്ട്രേഞ്ചർ ട്രിപ്പ് ഒരു പ്ലാൻ ചെയ്ത് പോവാണ്. കുറേ പേരൊക്കെ വിളിച്ചു. ഇപ്പോൾ മൊത്തം സ്ട്രേഞ്ചേഴ്സാണ്. അപ്പം ഞാനും ഫാറൂഖ് കൂടെ പോകുന്നത്. നമ്മുടെ മച്ചാൻ വന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ പോവാ. കാണിച്ചോ, ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങാൻ പോവാ. അപ്പം മച്ചാമാരെ പൊളിക്കും. അങ്ങനെ മച്ചാന്മാരെ ഇതേണ് നമ്മൾ വയനാട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൗണിൽ വന്നു കേട്ടോ ബസ് കയറാൻ. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ചെങ്ങന്നൂരുമായിട്ടാണ് പോകുന്നത്. രാഹുൽ മച്ചാനാണ് നമ്മൾ ടൗണിൽ കൊണ്ടുവിട്ടത്. ഞാനും ഫാറൂഖോടാണ് വയനാട് പോകുന്നത് കേട്ടോ. ഫാറൂഖിനെ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരുന്നു, നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ പഴയ വീഡിയോസൊക്കെ പോകണ്ടായിരിക്കും നിങ്ങൾക്കറിയാത്തേ. അങ്ങനെ ഞാനും മച്ചാനോട് നേരെ സൂപ്പർ ഫാസ്റ്റിലാണ് പോകുക കേട്ടോ, അങ്ങനെ ചെങ്ങന്നൂരോട്ടെ. അങ്ങനെ ചെങ്ങന്നൂർ എത്തിയപ്പോൾ മച്ചാൻ്റെ താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണേ. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോ എടുത്ത് നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ടാണേ. അങ്ങനെ മച്ചന്മാരെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. നേരെ ഇനി റെയിൽവേ സ്റ്റേഷനിലോട്ട് മേളിലോട്ട് നടക്കുവാണേ. 9:30-ക്കാണ് നമ്മുടെ ട്രെയിൻ. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഭയങ്കര തിരക്ക്, അയ്യപ്പന്മാരുടെ ബഹളവും കാര്യങ്ങളെല്ലാം ആണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കിട്ടി. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഡിസബിലിറ്റിയുടെ കൗണ്ടറാണ് ഇത് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതിനകത്താണ് ഇരുന്നത്. ഇതിനകത്ത് കുറേ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടുന്നും കുറേ ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ പറ്റി, കുറേ സ്ട്രേഞ്ചേഴ്സിനെ. എല്ലാവരും അത്യാവശ്യം വയ്യാത്ത ആൾക്കാരാണ് ഇതിനകത്തിരിക്കുന്നവരെല്ലാം. പിന്നെ കുറച്ച് സ്വാമിമാരും ഇതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഞാൻ എവിടെ പോയാലും ഒരു പൊതി കൊണ്ടുപോകും ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മച്ചാന്മാരെ നമ്മൾ തന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഒരു സ്ട്രേഞ്ചറിനെ പരിചയപ്പെട്ടേ. അങ്ങനെ കൊല്ലത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള സാഗർ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറി. അത്യാവശ്യം ഭയങ്കര നീറ്റാണ് കേട്ടോ ഹോട്ടലൊക്കെ. ഇവരെല്ലാവരും സ്ട്രേഞ്ചേഴ്സാണ് നമ്മുടെ ഈ കൂടെ നിൽക്കുന്നവരെല്ലാം കേട്ടോ, അല്ലാതെ അറിയാവുന്നവരൊന്നുമല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഇവർ അറിയാവുന്നവരുടെ കൂട്ടമാണ്. സത്യം പറയാലോ, ഒരാൾ ഒരു വീഡിയോ കാണുകയാണെങ്കിലും അറിയാവുന്നവരുടെ കൂട്ടമാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ഇവരെല്ലാം സ്ട്രേഞ്ചേഴ്സാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. മച്ചന്മാരെ സാഗറിലെ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പവും നല്ല നെയ്മീൻ കറി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ആസ്വദിച്ച് കഴിക്കാറൊന്നുമില്ല, പക്ഷെ എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു സാഗറിലെ ഫുഡ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോഴിക്കോടൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ സിവിൽ സ്റ്റേഷൻ്റെ അടുത്തോട്ടാണ്. അത്യാവശ്യം ഭയങ്കര രസം കേട്ടോ. എനിക്ക് കോഴിക്കോട് ഒത്തിരി ഇഷ്ടപ്പെട്ട്. നല്ല ഭംഗി എന്ന് വെച്ചാൽ നല്ല ഭംഗി, ഭയങ്കര നീറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. നമ്മളില്ല തിയേറ്ററിൽ ഇരിക്കുന്നതിൻ്റെ കൂട്ടമാണ് ഇവിടെ ഇരിക്കുന്നത്. ഭയങ്കര ഭംഗി എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയാണേ. അങ്ങനെ നമ്മൾ KSRTC ബസ്സിൽ കയറി കേട്ടോ കോഴിക്കോട് നിന്ന്. ഇനി നമ്മൾ നേരെ വയനാടോട്ടാണ് പോകുന്നത്. ഇനി ചുരം കയറാൻ പോകാൻ മച്ചാന്മാരെ. ഭയങ്കര തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പെന്ന് വെച്ചാൽ അടിപൊളി തണുപ്പാണ്. ഇവിടുന്ന് നേരെ ചെന്ന് ഇനി കൽപ്പറ്റ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങണം കേട്ടോ. എന്റെ ഹൃദയം നിനക്ക് മാത്രമോ സുന്ദരിയേ വാ വെണ്ണിലവേ വാ ജീവതാളമേ പ്രണയിനിയോ. സത്യം പറയല്ലോ മച്ചാനെ, KSRTC വൈബ് അന്യായ വൈബ് കേട്ടോ. ഹര ഹര ഈ പാട്ട് കളിക്കാൻ പറഞ്ഞു. നാട്ടുകാരെ
വയനാട് ചുരം കയറാൻ പോവാന് കേട്ടോ. വൈബെന്ന് വെച്ചാൽ വൈബ് KSRTC വൈബാണ്, അടിപൊളി. ബസ്സിലാണ് സത്യം പറഞ്ഞാൽ വയനാട് പോകേണ്ടത്. പൊള്ളിന്ന് വെച്ചാൽ പൊളി. നമുക്ക് ചുരം കയറുമ്പോഴേ നമുക്ക് മനസ്സിലാവും, ചെവി അങ്ങ് അടയും കേട്ടോ. ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസം കേട്ടോ. ഇങ്ങനെ കയറി 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 എന്ത് ഹൈറ്റിൽ പോകണമെന്നറിയോ. പൊള്ളി വൈബെന്ന് വെച്ചാൽ വയനാട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മച്ചാന്മാരെ. ഭയങ്കര രസമെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ കയറി 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 മേളിൽ പോകണം നമ്മൾ. അങ്ങനെ നമ്മൾ ഏകദേശം ചുരമൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ കൽപ്പറ്റയിലാണ്. അവിടെ ഇറങ്ങി അടുത്ത ഫുഡ് കഴിക്കണം ഇനി. ഞാൻ മാത്രം ചെയ്തില്ല. ഹയവാനെന്നാ നല്ല ചെയ്തപ്പോൾ ഹയവാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് അടുത്ത ബസ് പിടിച്ച് വയനാട് വന്നിട്ടുണ്ട്. മച്ചാനെ ഒരു രക്ഷയില്ല മച്ചാനെ. അന്യായ തണുപ്പെന്ന് വെച്ചാൽ അന്യായ തണുപ്പ് കേട്ടോ. ഇനി നമ്മൾ റിസോർട്ടിലോട്ട് ജീപ്പിലാണ് പോകുന്നത് കേട്ടോ. ജീപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ. ഇനി നമ്മൾ ജീപ്പിൽ വന്ന് ഇനി മേപ്പോട്ട് നമ്മൾ പോവുക കേട്ടോ. ഭയങ്കര തണുപ്പാന്ന് വെച്ചാൽ വരെ ഭയങ്കര തണുപ്പ്. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടാണെങ്കിൽ താഴെ മേളിലൊക്കെ കുറേ ഉണ്ട് കേട്ടോ. കാടിൻ്റെ ഇടയ്ക്ക്, അതായത് തേയിലയുടെ ഇടയ്ക്ക്. സൂപ്പർ മച്ചാ വരെ. രണ്ടും ബ്ലോക്കാണ്. ഇത് കൂട്ടിയിട്ടാ കിട്ടാൻ. എനിക്ക് റൈസ് ഉണ്ടോ കേട്ടോ. ചപ്പാത്തി അതെ, ഒരു 3 ചപ്പാത്തി. നിക്കോൺ, കാനോൺ, ഈ 3 ബ്രാൻഡാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ നിക്കോൺ ആണ് ഏറ്റവും ബിൽഡ് ക്വാളിറ്റി ഏറ്റവും അടിപൊളിയുള്ളത്. അതിൽ നോക്കുമ്പോൾ സോണിയുടെ ഫോട്ടോസും ഈ സെയിം നമുക്ക് ഒരു ഓഫ് പ്രൊഫൈൽ ഒരു എസ്തെറ്റിക് റേഞ്ചിൽ കിട്ടും. പിന്നെ അതിൻ്റെ ലോ അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോട് വന്നപ്പോൾ മുട്ടായിത്തെരുവ് കാണാതെ എങ്ങനെ കോഴിക്കോട് നിന്ന് പോകാൻ പറ്റും. നമുക്ക് മുട്ടായിത്തെരുവിലാണ് മച്ചാനെ വരെ കാല് കുത്താൻ ഇടമില്ല കേട്ടോ. അടിപൊളിയാണ് മുട്ടായിത്തെരുവ്. അങ്ങനെ ഞാനും ഫാറൂഖും മച്ചാനും കുറേ ആസ്വദിച്ച് അങ്ങനെ നടന്നു കേട്ടോ മുട്ടായിത്തെരുവിലൂടെ. പിന്നെ കുറച്ച് അലുവയൊക്കെ മേടിക്കാൻ കയറിയേ. പിന്നെ നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിൽ വന്നു. ഐ ലവ് യു കോഴിക്കോട്. ഇവിടെയാണെങ്കിൽ കാല് കുത്താനും സ്ഥലമില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് സ്ഥലങ്ങളൊക്കെ. അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണേ.